ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പവിത്രം സീരിയലിൻ്റെ ഇന്നത്തെ പുതിയ വിശേഷത്തിലോട്ട് സ്വാഗതം. കുറച്ച് വൈകിപ്പോയിട്ടോ, കുറച്ച് തിരക്കായതുകൊണ്ടാണ്. മോള് കുഞ്ഞതിന് സുഖമില്ലാണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരു ഇച്ചിരി വൈകിപ്പോയേ, 10 മണി എന്നുള്ളത് ഒന്ന് ലേറ്റായി പോയി. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നതിനോടൊപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കണം കേട്ടോ. കാരണം നിങ്ങളുടെ ലൈക്ക്, വിലയേറിയ ലൈക്കാണ് എൻ്റെ വീഡിയോ റെക്കമെൻഡേഷനിലൊക്കെ എത്തുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അങ്ങനെ നമ്മുടെ വേദയും വിക്രമും കൂടെ അമ്പലത്തിലൊക്കെ പോയി അവർ പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞതിന് ശേഷം അവർ ബൈക്കിൽ തിരിച്ചു വരായിരുന്നു. അപ്പോൾ വരുന്ന വഴിക്ക് ഒരു വണ്ടി കൊണ്ടുവന്ന് ഇങ്ങനെ ക്രോസ് ചെയ്ത് നിർത്തുകയാണ്. അപ്പോൾ നോക്കിയപ്പോൾ അതിൽ നിന്ന് കുറേ ഗുണ്ടകൾ, അതാരാ, നമ്മുടെ MLA വാസവൻ്റെ ഗുണ്ടകളാണ്. കുറേ കമ്പിയും കുറേ വടിയൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ വിക്രം ബൈക്ക് നിർത്തിയിട്ട് വേദയുടെ അടുത്ത് പറഞ്ഞു, വേദ നീ പൊക്കോളാൻ, ഇവരെന്നെയും കൊണ്ടേ പോകുള്ളൂ എന്ന്. വേദയ്ക്ക് ആകെ ഭയം തോന്നി. എന്താ അവസ്ഥ, എങ്ങനെയാണ് വിക്രമിനെ ഇവർ തല്ലിക്കൊല്ലുമോ? കാരണം ഒന്നാമത് ശബരിമലയിൽ പോകാൻ മാലയിട്ടയ്ക്കുന്ന ഒരു അയ്യപ്പനാണ്. ആ അയ്യപ്പനെയാണോ ഇവർ ഈ ആക്രമിക്കാൻ വന്നതെന്നുള്ള ഒരു ഭീതിയോടെ വേദ പേടിച്ച് നിൽക്കുകയാണ്. പക്ഷേ അവർ ഒട്ടും മുന്നിലല്ല. എടാ നീ ശബരിമലയ്ക്ക് മാലയിട്ട് നല്ലവനായിട്ട് ചമഞ്ഞ് നടക്കുകയാണോടാന്ന് പറഞ്ഞിട്ട് ആ അടി അങ്ങോട്ട് തുടങ്ങിയില്ലേ. വേദനം പിടിച്ച് മാറ്റി വിക്രം. അടി മൊത്തം കൊള്ളാണ്. കാരണം അയ്യപ്പനാണ്, മാലയിട്ടൊക്കെയാണ്, തിരിച്ചടിക്കാൻ പാടുണ്ടോ? ഇല്ല. അടി മൊത്തം കൊണ്ടു. അതിലൊരുത്തൻ ഒരു കമ്പി വെച്ചിട്ട് കാലിൽ തുടക്കിയിട്ട് തന്നെ ഒരൊറ്റ കീറ് വിക്രമിന് അങ്ങ് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഒന്നും പറയണ്ട, അടി മൊത്തം കൊണ്ട്. ലാസ്റ്റ് ഒരുത്തൻ ഇവൻ വീണ്, തറയിൽ വിക്രം വീണെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഒരു വലിയ വാളെടുത്തുകൊണ്ട് വരാണ് കേട്ടോ. വന്നിട്ട് വിക്രമിനെ നേരെ ഒറ്റ വെട്ടങ്ങ് വെട്ടാൻ പോവാണ്. ഈ അങ്ങോട്ട് വെട്ടാൻ പോയതും വേദ അങ്ങോട്ട് ഒറ്റ വീഴക്കം വീണു. കാരണം വെട്ടണമെങ്കിൽ വേദയുടെ ദേഹത്ത് കൊള്ളട്ടെ എന്നുള്ള മട്ടിൽ. കാരണം വേദയ്ക്ക് അത് കണ്ടു നിൽക്കാൻ പറ്റിയില്ല. അപ്പോഴേക്ക് ആ ഗുണ്ടയുടെ കൈ ഒരാൾ തടഞ്ഞു നിർത്താൻ നോക്കുമ്പം MLA വാസവൻ അവതരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഓ ഒരു ഭാര്യ സ്നേഹമാണോ, അതോ ഒരു എന്താണ് ഭർത്താവിന് അപകടം പറ്റുമ്പോൾ ഭാര്യ സാഹസികമായി വീഴുന്ന ഒരു ഭാര്യയുടെ റോളാണോ നീ ഇവിടെ കാണിച്ചത്, അതോ ഇവനോടുള്ള നിൻ്റെ പ്രണയത്തിൻ്റെ ആണോ, പ്രേമമാണോ എന്നുള്ള രീതിയിലൊക്കെ കുറേ ഡയലോഗ് വാസവൻ അടിക്കുന്നുണ്ട്. പക്ഷേ വേദ കരഞ്ഞുകൊണ്ട് പേടിച്ച് ഭയന്ന് നിൽക്കുകയാണ്. കാരണം ഒരു പക്ഷേ വേദ അവിടെ അങ്ങനെ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ആ ഒരു വെട്ട് വിക്രമിന് കറക്റ്റ് കിട്ടിയേനെ, ഉറപ്പായിരുന്നു. എന്നിട്ട് വാസവൻ പറഞ്ഞു വിക്രമിൻ്റെ കൂടെ, ഇത് നിനക്കുള്ള ഒരു സാമ്പിൾ ഡോസാണെന്ന് പറഞ്ഞു. കാരണം നിനക്കുള്ള ഇത് വരണേയുള്ളൂ. കാരണം തൻ്റെ മകനോട് ചെയ്ത ആ കൊടും ക്രൂരത. കാര്യം വാസവൻ്റെ മോൻ ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഡിസ്ചാർജായി വന്ന് ഒരുവിധം ഭേദപ്പെട്ട് വരെയാണ്. എങ്കിലും ആ ഒരു രീതിയിൽ മരണത്തിന് തുല്യമാക്കുന്ന രീതിയിലാണ് വിക്രം അന്ന് തല്ലി ചതച്ച് വാസവൻ്റെ മോനെ ഹോസ്പിറ്റലിൽ എത്രയോ നാൾ വെൻറ്റിലേറ്ററിലും ICUയിലൊക്കെ ആയിട്ട് കിടന്ന ആളാണ്. അപ്പോൾ അത് വാസവൻ എന്തായാലും മരണം വരെ അത് മറക്കില്ല എന്നുള്ള കാര്യം വിക്രമിന് അറിയാം. അപ്പോൾ അതിൻ്റെ ഈ ഒരു അവസരത്തിൽ വാസവൻ അത് മുതലാക്കിയതാണ്. പിന്നെ നമ്മുടെ ശ്രീകാന്തും കൂടി ചേർന്നിട്ടാണല്ലോ ഇപ്പോഴത്തെ പരിപാടികളും കാര്യങ്ങളൊക്കെ. അങ്ങനെ അവർ അതിത്ര ആക്കിയിട്ടിട്ട് അവിടെ നിന്ന് പോവാണ്. അപ്പോഴേക്കും വേദ വിക്രമിൻ്റെ തോളത്ത് ചാഞ്ഞ് കിടന്ന് ഏങ്ങി കരയാണ്. കാരണം ഒരു കണക്കിന് വിക്രം നന്നാവാൻ തീരുമാനിച്ചതാണ്, പക്ഷേ സമ്മതിക്കില്ല. എന്നാൽ ഒരിക്കൽ ഒരു മോശം രീതിയിൽ ജീവിച്ചൊരു വ്യക്തിക്ക് ഇനിയെങ്കിലും നല്ലൊരു ജീവിതം നയിക്കണമെന്ന് ആഗ്രഹിച്ച് ഉള്ളൊരു മനസ്സ് വന്നാലും നമ്മുടെ സമൂഹം അതിന് സമ്മതിക്കില്ല. അതുമാത്രമല്ല, എതിർ ടീമുകൾ ഇങ്ങനെ തളർന്നിരിക്കുന്ന അവസരത്തിൽ തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ കിട്ടുന്ന അവസരം അവരും പാഴാക്കുകയുമില്ല. കാര്യം ഇപ്പോൾ വിക്രം മാല ഇട്ടില്ലെങ്കിൽ അവന്മാരെ മൊത്തം ഇന്ന് അടിച്ച് പിരുത്ത് അവിടെ നിരത്തിയിട്ടേനെ, അത് ഉറപ്പായ കാര്യമാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ അത്രയായി. അങ്ങനെ ഒരുവിധം ഒരു ഓട്ടോറിക്ഷ പിടിച്ച് അവർ വീട്ടിലെത്തുന്നു. അപ്പോഴേക്കും കമലയും നന്ദിനിയും ശ്രീജയൊക്കെ ഇത് കണ്ട ആകെ എന്തു പറ്റി. അപ്പോൾ ആദ്യം വേദ പറഞ്ഞു വണ്ടിയിൽ നിന്നൊന്ന് വീണതാണ്. അപ്പോൾ വിക്രം പറഞ്ഞു, കള്ളം പറയാൻ പാടില്ല വേദ, എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ അറിയും, കാരണം നാട്ടുകാരൊക്കെ അറിഞ്ഞല്ലോ. അപ്പോൾ ഇന്നതുപോലെയാണ് എന്ന് പറഞ്ഞപ്പോൾ കമലയ്ക്ക് ആകെ വിഷമമായി. അപ്പോൾ കാണാൻ നമ്മുടെ മാഷ് കടന്നു വരെയാണ്. തെറ്റ് പറഞ്ഞിട്ട് കാര്യമല്ല, നീ ചെയ്തതിൻ്റെ ഫലമാണ് നിനക്കിപ്പോൾ നിന്നെ തേടി ഇപ്പോൾ വന്നേക്കണത്. അതങ്ങനെ കുറേ മാഷിൻ്റേതായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ വിക്രം ഇതെല്ലാം കേട്ടിട്ട്, അപ്പോൾ കമല എന്താ മാഷ് ചെയ്ത്, ഈ സമയത്ത് അവനായിട്ടൊന്നിനും പോയല്ല എന്ന് വേദയും പറഞ്ഞല്ലോ. വേദ കൂടെ ഉള്ളപ്പോൾ നടന്ന സംഭവമാണ്. കാര്യം അവരായിട്ടൊന്നിനും പോയതല്ല, ഇങ്ങോട്ട് വന്ന് ആക്രമിച്ച് അടി മൊത്തം കൊള്ളയല്ലാണ്ട് ഒരാളെ പോലും വിക്രം തിരിച്ച് തല്ലിയിട്ടില്ല. പക്ഷേ മാഷെങ്കിലും വിക്രമിനെയാണ് കുറ്റപ്പെടുത്തുന്നത്. കാര്യം എന്ന് വെച്ചാൽ പണ്ടത്തെ വിക്രമിൻ്റെ ജീവിത രീതിയിൽ അനുഭവിച്ച് അവൻ ചെയ്ത കാര്യങ്ങൾക്ക് പ്രതികാരമായിട്ട് മറ്റുള്ളവർ ചെയ്യുന്നതാണ്. അത് വിക്രം അനുഭവിക്കേണ്ടി തന്നെ വരും, അതിലൊരു തെറ്റും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോഴും വിക്രം നന്നാവാൻ പോണില്ല എന്നുള്ള ഭാവത്തിൽ തന്നെയാണ് മാഷിൻ്റെ സംസാരം. അപ്പോൾ കാര്യങ്ങളൊക്കെ ആ ഒരു രീതിയിൽ പോകണം. അങ്ങനെ
വിക്രം പറഞ്ഞു ഞാൻ ഇച്ചിരി പോയി കിടക്കട്ടെ എന്ന് പറഞ്ഞ് വേദ കൂടെ പിടിച്ച് കൊണ്ടുപോയി കിടത്തുകയാണ്. എന്നിട്ട് വിക്രം ആ അയ്യപ്പ വിളക്ക് കത്തിച്ചേക്കുന്നതിൻ്റെ അവിടെ എത്തിയിട്ട് മനസ്സുകൊണ്ട് പറയും, അയ്യപ്പ സ്വാമി എൻ്റെ കൂടെ ഉണ്ടാകണം, മനസ്സുകൊണ്ട് ഞാൻ നന്നാവാൻ ആഗ്രഹിക്കുന്നുണ്ട്, അച്ഛനെ അതൊന്ന് ബോധ്യപ്പെടുത്തണം എന്ന് വെച്ചാൽ വിക്രമിൻ്റെ ഉള്ളിൽ വിക്രമിന് വേദ പറഞ്ഞ വാക്കുകൾ ചെവി നിൽക്കുകയാണ്. അതായത് ഈ മണ്ഡലകാലം കഴിയുന്നതോടുകൂടെയെങ്കിലും വിക്രമിൻ്റെ എല്ലാ ചീത്ത കൂട്ടുകെട്ടുകളും ഉപേക്ഷിച്ച് ഒരു നല്ലൊരു മനുഷ്യനായിട്ട് വിക്രം മാറണം എന്നതാണ് വേദയുടെ ആ ആഗ്രഹം. അവൾ വേദ പറഞ്ഞ ആ വാക്കുകൾ വിക്രമിൻ്റെ ചെവിയിൽ ഇങ്ങനെ തുളച്ച് വരികയാണ്. അപ്പോൾ അയ്യപ്പ സ്വാമിയും കൂടെ എന്നെ സപ്പോർട്ട് ചെയ്യണം എന്ന് വെച്ചാൽ വിക്രമിനുണ്ട് ഈ ഒരു ഗുണ്ടാത്തല്ലും ഗുണ്ടാപ്പിരിവും ഇതൊക്കെ മാറ്റി സാധാ ഒരു മനുഷ്യനെ പോലെ പണ്ട് എൻ്റെ വീട്ടിൽ എങ്ങനെയായിരുന്നു എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ കുടുംബത്തിൽ ഞങ്ങളൊരു കുട്ടിയെ അച്ഛനും മോനും പോലെ ഒരു കൂട്ടുകാരെ പോലെ കഴിഞ്ഞ ആ ജീവിതം അതെനിക്ക് തിരിച്ചു വേണം എന്നുള്ളൊരു ആഗ്രഹം വിക്രമിൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ സമൂഹം അതിന് സമ്മതിക്കില്ല, പ്രത്യേകിച്ച് എതിർ ടീമുകൾ. ഇതിലിപ്പോൾ ഏറ്റവും കൂടുതൽ വമ്പനായിട്ട് നിൽക്കുന്ന വേദയുടെ സ്വന്തം ചേട്ടൻ തന്നെയാണ്. സ്വത്തിന് വേണ്ടിയിട്ടാണെങ്കിലും വിക്രമിനെ അപായപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രീകാന്ത് നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് വാസവനുമായിട്ട് ടൈപ്പ് ആവുന്നുണ്ട്. കാര്യം വാസവൻ ചുമ്മാതല്ല, അതിനൊരു നേട്ടം വാസവനും വേണം എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. അപ്പോൾ കാര്യങ്ങളൊക്കെ ആ രീതിയിൽ പോവാണ്. എന്നിട്ട് പിന്നെ വേദ വിക്രമിനെ കൊണ്ട് കിടത്തിയിട്ട് അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും വരികയാണ്. അപ്പോൾ കമലയും മാഷും ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറയാം, അച്ഛാ ഇതിൽ വിക്രം അറിഞ്ഞുകൊണ്ടല്ല. അപ്പം മാഷ് പറഞ്ഞു അല്ലെങ്കിലും അവൻ ചെയ്തതിൻ്റെ പ്രവൃത്തിയുടെ ഫലമാണ് മോളെ വന്നതെന്ന്. അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് വരുമ്പോൾ വേദ അച്ഛനോട് ചോദിക്കണം, മാഷിനോട്, അച്ഛൻ എപ്പോഴെങ്കിലും വിക്രം എത്രയോ കൊല്ലം ജയിലിൽ കിടന്നല്ലോ, ആ ഒരു തെറ്റ് മാഷിന് വേണ്ടി ഏറ്റെടുത്തു ഉള്ള ഒരിതുണ്ട്. പക്ഷെ അത് ബാഗിൽ വെച്ചത് വിക്രമാണെന്നൊക്കെയാണ് പൊതുവിൽ എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നത്. ഒരു പക്ഷേ അത് വിക്രം അല്ല വിക്രം അല്ല ആ തെറ്റ് ചെയ്തത്, ആർക്കോ വേണ്ടി വിക്രമാണ് അത് അനുഭവിച്ചത് എന്നുള്ളത് ആയി വരികയാണെങ്കിൽ അച്ഛൻ അത് എങ്ങനെ പിന്നെ വിക്രമിനോട് ആ ഒരു കടപ്പാട്, അതായത് വിക്രം അല്ല ആ തെറ്റ് ചെയ്തത്, മറ്റാരോ ഈ വീട്ടിലുള്ള മറ്റാരോ, അതായത് വേറെ 2 മക്കളുണ്ടല്ലോ, അവരിൽ ആരോ ആണ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് തെളിഞ്ഞു വരികയാണെങ്കിൽ അതെങ്ങനെ സഹിക്കും എന്നുള്ളതാണ് വേദ ചോദിച്ചത്. അപ്പോൾ മാഷ് ആകെ ഇങ്ങനെ ഇതായിട്ട് നിൽക്കുകയാണ്. കാര്യം എന്ന് വെച്ചാൽ പെട്ടെന്നൊരു ഉള്ളിലൊരു ഇതുപോലെ, കാര്യം എന്ന് വെച്ചാൽ വേദ ഇനി പറയുന്നത് സത്യമായിരിക്കുമോ എന്നുള്ളൊരു ചിന്ത. കമലയും ആകെ അന്താളിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ പറയുന്ന സമയത്ത് നമ്മുടെ നന്ദിനി ഒപ്പം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നന്ദിനി പറയുന്നുണ്ട്, നീ എന്താ ഈ പറഞ്ഞു വരുന്നത്, അതായത് ഇവിടെയുള്ള മറ്റ് 2 പേരാണോ ചെയ്തത് എന്നാണോ നീ ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പോൾ നമ്മുടെ വിക്രം നമ്മുടെ വേദ പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ, അല്ല തെറ്റ് ചെയ്തു നീ ഇപ്പോൾ പറഞ്ഞല്ലോ, അത് വിനയേട്ടനോ വിശ്വേട്ടനോ ഉദ്ദേശിച്ചാണോ പറഞ്ഞതെന്ന്. അപ്പോൾ വേദ പറയും, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെ ചില ആൾക്കാർ അവരുടെ നാവിൽ വരുന്നത് എൻ്റെ തെറ്റല്ല, അവർ ചെയ്യുന്ന പ്രവൃത്തി എപ്പോഴെങ്കിലുമൊക്കെ അവരെ വായിൽ നിന്ന് ഇങ്ങനെ പുറത്ത് ചാടും എന്നിങ്ങനെ വേദ പറഞ്ഞു. അങ്ങനെ കാര്യങ്ങളൊക്കെ ആ രീതിയിൽ സംസാരിച്ച് നിർത്തി. പക്ഷേ മാഷിന് വേദ പറഞ്ഞ ആ കാര്യം മാഷിനെ വല്ലാണ്ടൊന്നും ഉലച്ചു. കാര്യം എന്ന് വെച്ചാൽ വേദ ഇതിനെക്കുറിച്ച് അന്വേഷണത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇനി വിക്രമല്ലേ ശരിക്കും ഈ തെറ്റ് ചെയ്ത, മാഷിൻ്റെ കണ്ണി കണ്ട കാഴ്ചകളിൽ വിക്രമാണ് തെറ്റ് ചെയ്തിരിക്കുന്നത്, അതവൻ കോടതിയിൽ സമ്മതിച്ചു, അതിൻ്റെ ജയിൽ ശിക്ഷ അവൻ അനുഭവിച്ചു. പക്ഷേ വേദയുടെ കണ്ടെത്തലിൽ അതല്ല എന്ന് ഇനി വരികയാണെങ്കിൽ ആ ഒരു കടപ്പാട് അതെങ്ങനെ വീട്ടു എന്നുള്ളത് മാഷിനറിയില്ല. അപ്പം അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന വിക്രമിൻ്റെ വീടാണ്. അതായത് വേദയുടെ അമ്മയും അച്ഛനും അനിയത്തിയൊക്കെ ഇന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ വേദയുടെ അമ്മ പറയുന്നുണ്ട്, വിക്രം ഇങ്ങനെ മാലയൊക്കെ ഇട്ടു എന്ന് മോള് പറഞ്ഞായിരുന്നു. അപ്പോൾ അത് അമ്മയെ വിളിച്ചറിയിച്ചിട്ടുണ്ട്. അതായത് മുത്തശ്ശി ഇപ്പോൾ ഇവിടെ ഇല്ല, മുത്തശ്ശിയുടെ ആങ്ങളയുടെ ഇവിടെ ചെന്നൈയിലും കൊണ്ടോ പോയിക്കണം. അപ്പം അമ്മേനെയൊക്കെ വിളിച്ചറിയിച്ചിട്ട് വേദയുടെ അമ്മ സന്തോഷമായിട്ട് നിൽക്കുകയാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ വേദയുടെ അച്ഛൻ കടന്നു വരികയാണ്, ശങ്കരൻ. അപ്പോൾ ശങ്കരനോട് പറയുന്നുണ്ട്, ഇങ്ങനെ വിക്രം മാലയൊക്കെ ഇട്ട് തിരിച്ച് ഇനി വരുമ്പോൾ നല്ലൊരു മനുഷ്യനായിട്ടാണ് വരുന്നതെങ്കിലോ അമ്മ അങ്ങനെ പറയുന്നുണ്ടെന്ന് വേദയുടെ അമ്മയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ദീപ്തി പറയുന്നുണ്ട്, എന്താണെങ്കിലും ശരി ഇനി വേദേശീനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം എന്നുള്ള കൺസെപ്റ്റ് അച്ഛൻ്റെയും ശ്രീകാന്തേട്ടൻ്റെ മനസ്സിലുണ്ടെങ്കിൽ അത് മാറ്റണം. കാര്യം എന്ന് വെച്ചാൽ ചേച്ചിക്ക് വിക്രമേട്ടനെ ഇപ്പോൾ ശരിക്കും ഇഷ്ടമാണ്, അതുകൊണ്ടല്ലേ ആ ജീവിതം ഇഷ്ടപ്പെട്ട് പൊരുത്തപ്പെട്ട് ചേച്ചി ഇപ്പോൾ അവിടെ നിൽക്കുന്നത്. ഇനി നമ്മളായിട്ട് അതിനെ തിരുത്തി കുറിക്കാൻ വേണ്ടി നിൽക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ
അപ്പോഴാണ് നമ്മുടെ ശ്രീകാന്ത് കടന്നു വരികയും ശ്രീകാന്ത് പറയുന്നുണ്ട്, ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി മാലയിട്ട അയ്യപ്പനാണ് ഇന്ന് ദേ നാട്ടുകാരുടെ മുമ്പിൽ കിടന്ന് അവിടെ മതിയായ അടിയും പിടിയും ബഹളമൊക്കെ ആയിരുന്നു എന്ന് പറയണ കേട്ടു. അപ്പോൾ എന്തായാലും ശ്രീകാന്ത് പറഞ്ഞു, ഒരു കാര്യം ഉറപ്പാണ്, എന്തായാലും വല്ല ഗുണ്ടകളുടെയും കൈകൊണ്ട് അവൻ ചാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ മരിക്കുകയും ചെയ്യും. മരിച്ചതിന് ശേഷം നമ്മുടെ അനിയത്തി വേദ ഇങ്ങനെ ലാൻഡ് ചെയ്യുകയും ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശങ്കരൻ പറയുന്നുണ്ട്, അങ്ങനെ ഒരു അവസരം വരണമെങ്കിൽ വന്നോട്ടെ, പക്ഷേ അതിന് പിന്നിൽ നിൻ്റെ കൈ, ശ്രീകാന്തിൻ്റെ കൈകളുണ്ട് എന്ന് ഞാൻ അറിയരുത് എന്നിങ്ങനെ ശങ്കരൻ താക്കീത് ചെയ്ത് പറഞ്ഞിട്ട് മേളിലോട്ട് കയറി പോവാണ്. അപ്പോൾ ഈ ശ്രീകാന്ത് കിടന്ന് ഇങ്ങനെ പതറാണ്. കാരണം എന്ന് വെച്ചാൽ എവനാണ് ഇത് മൊത്തം ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അവൻ ആകെ കിടന്ന് പതറാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സീനൊക്കെയാണ് ഇന്നത്തെ പ്രൊമോയിൽ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ പ്രൊമോ ഒക്കെ ഒന്ന് കാണുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഡേ ആവട്ടെ. ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.